വിജിലൻസ് ഡയറക്ടർ വിൽസൺ പോൾ നാളെ മുതൽ അവധിയിൽ പ്രവേശിക്കും. പകരം ചുമതല ആർക്കും നൽകണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ബാർകോഴ കേസിൽ കടുത്ത നിലപാട് സ്വീകരിച്ച ADGP ജേക്കബ് തോമസിന് ചുമതല നൽകിയേക്കില്ലെന്നാണ് സൂചന. അതേസമയം വിജിലൻസ് ഡയറക്ടർ വിൽസൺ പോൾ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. ബാർകോഴ കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. വിജിലൻസ് ഡയറക്ടർ വിൻസൻ പോൾ നാളെ മുതൽ 12 ദിവസത്തേക്കാണ് അവധിയിൽ പ്രവേശിക്കുന്നത്. സിക്കിമിലേക്ക് യാത്ര പോകുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് അവധി അനുവദിച്ചത്. എന്നാൽ പകരം ചുമതല ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല. ബാർകോഴ കേസിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ വിജിലൻസ് ഡയറക്ടർ അവധിയെടുക്കുന്നതും വിവാദമായിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ അവധിയിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ചുമതല തൊട്ടുതാഴെയുള്ള ഉദ്യോഗസ്ഥന് കൈമാറേണ്ടതുണ്ട്. ADGP ജേക്കബ് തോമസിനാണ് സാധാരണഗതിയിൽ ചുമതല ലഭിക്കേണ്ടത്. എന്നാൽ ബാർകോഴ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിന് ഡയറക്ടർ അവധിയിൽ പ്രവേശിക്കുമ്പോൾ പകരം ചുമതല ലഭിക്കാനിടയില്ലെന്നാണ് സൂചന. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ജേക്കബ് തോമസിനെ ഒഴിവാക്കി മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന് ചുമതല നൽകാൻ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് വിൻസൻ പോളിന്റെ വിശദീകരണം. ഗവൺമെന്റ് തീരുമാനിക്കുക, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ല, സാറിന് അങ്ങനെ കൊടുക്കേണ്ടതല്ലേ, പകരം അല്ലെ അത് ഗവൺമെന്റ് സമയത്തിന് കൊടുക്കും. അതേസമയം വിജിലൻസ് ഡയറക്ടർ വിൻസൻ പോൾ അഡ്വക്കേറ്റ് ജനറൽ KP തിണ്ടമാണിയുമായി കൂടിക്കാഴ്ച നടത്തി. AG-യുടെ ഹൈക്കോടതിയിലെ ചേംബറിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ബാർകോഴ കേസിലെ നിലവിലുള്ള സാഹചര്യം വിജിലൻസ് ഡയറക്ടർ വിശദീകരിച്ചു. എന്നാൽ കൂടിക്കാഴ്ച ബാർകോഴ കേസുമായി ബന്ധപ്പെട്ടായിരുന്നില്ലെന്ന് വിൻസൻ പോൾ പറഞ്ഞു. മറ്റു ചില കേസുകളെ പറ്റി സംസാരിക്കാനായിരുന്നു AG-യെ കണ്ടതെന്നാണ് വിൻസൻ പോളിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, കൊച്ചി.